ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇടാൻ പോകണേ. എല്ലാവർക്കും നല്ല പരാതിയും ചീത്തവിളിയും ഒക്കെ ഉണ്ട്. സോറി പെരുന്നാളിൻ്റെ ഓരോ തിരക്കൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഡ്രാമയുടെ എപ്പിസോഡ്സ് ഇട്ട് നോക്കാൻ പോകണേ. അത് ഓൾറെഡി കഴിയാനായ മട്ടാണ്, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെ വരെയാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കോങ് ഗവർണറിനെ കണ്ടിട്ട് റെസ്റ്റോറൻറ്റ് കെട്ടാനുള്ള അനുമതി ഗവർണറാണല്ലോ കൊടുത്തത്. ആ ഗവർണറിനോട് ആ ഒരു അനുമതി റിജക്റ്റ് ചെയ്യാനായിട്ട്, ഓർഡർ ക്യാൻസൽ ചെയ്യാനായിട്ട് പറയാണ്. എന്നിട്ട് അവിടെ മൈനിങ് മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് ഒരു സ്പെഷ്യൽ ഓർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കോങ്ങിന് തന്നെ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഗവർണറും ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചിട്ട് അവിടെ നിന്ന് പോകാണ്. പക്ഷെ ഇതെല്ലാം ആ ടാബു കമ്പനി ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷൂട്ട് ചെയ്തതൊക്കെ അവർ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നേ. ഗവർണർ വന്ന് കണ്ടുപോയതൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. കോങ്ങിൻ്റെ ഈ ഒരു ഫോറസ്റ്റിലുള്ള പരിപാടി ഏകദേശമൊക്കെ നിലച്ചല്ലോ, കഴിയാനായി. അതുകൊണ്ട് തന്നെ കോങ് ചെന്നിട്ട് അവൻ്റെ റെസ്ക്യൂ ടീമിലെ മാസ്റ്ററോട് അവൻ റിസൈൻ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ് റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നുണ്ട്. എന്നാൽ മാസ്റ്റർ പറയാണ്, ഞാനിത് സ്വീകരിക്കില്ല, ഈ റെസ്ക്യൂ ടീമിൽ വേണ്ട ആളാണ്, നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ജീവനൊക്കെ രക്ഷിക്കണം, അതുകൊണ്ട് ഈ റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ സ്വീകരിക്കുകയില്ല, നീ ഇവിടെ നിന്ന് പോകേം വേണ്ട എന്ന് പറഞ്ഞ് പോകാണ്. മാസ്റ്റർ അങ്ങനെ പറഞ്ഞത് കോങ്ങിനെന്ന് വെച്ചാൽ ഒരു വലിയ ക്രെഡിറ്റ് ആയി കൊടുക്കുകയാണ്. അതിന് മാസ്റ്റർ വരുന്ന വെച്ചാൽ നല്ല തല്ലായിരുന്നില്ലേ. പെട്ടെന്ന് മാസ്റ്റർ ഇങ്ങനെ മാറിയപ്പോൾ അവനും റിസൈൻ ചെയ്യേണ്ടെന്ന് തന്നെ തീരുമാനിക്കുകയാണ്. ആ ഒരു ലേഡി പോലീസ് ബോയ്ക്കിനെ കാണാനായിട്ട് ഇപ്പോൾ പോയേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബോയ്ക്കയുടെ മേല് അവൾക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. ബോയ്ക്കയുടെ അടുത്ത് പോയി അവൾ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ആ ഒരു തൊഴിലാളികൾ എപ്പോൾ മുതലാണ് നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്, നിങ്ങളും അവരും തമ്മിൽ എന്താണ് ബന്ധം, കാട്ടിലുണ്ടായിരുന്ന ആ ഒരു തീ എന്ന് വെച്ചാൽ അത് എന്തായാലും ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയത് തന്നെയാണ്, അത് ആര് പറഞ്ഞിട്ടായിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്ന് കുത്തി ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലും ബോയ്ക്കൊക്കെയാണെന്ന് വെച്ചാൽ ഇതിനുള്ള മറുപടി ഒന്നും പറയാനേ കിട്ടുന്നില്ല. അവൻ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് വെറുതെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, നിന്നോട് എനിക്കത് പറയാൻ സൗകര്യമില്ല എന്നും പറയുന്നുണ്ട്. എന്നാൽ ലേഡി പോലീസ്, ഹലോ അമ്മായിച്ചാ, ഞാനിവിടുത്തെ പോലീസാണ്, എൻ്റെ ഡ്യൂട്ടിയാണ് നോക്കുന്നത്, നിങ്ങൾ എന്തായാലും എന്നോട് സഹകരിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ, നീ എന്നെ അമ്മായിച്ചാന്നൊന്നും വിളിക്കല്ല, എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബോയ്ക്ക് വീണ്ടും തല്ലടിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി രക്ഷയില്ലാന്ന് മനസ്സിലാക്കിയ ബോയ്ക്ക് അവിടെ ആക്ട് ചെയ്യാണ്. അയ്യോ എനിക്ക് വയറുവേദന എടുക്കുന്നതെന്നും പറഞ്ഞ് ബോയ്ക്ക് ഭയങ്കര ആക്ടിങ്. ഈ ലേഡി പോലീസെന്ന് വെച്ചാൽ സംഭവം ഒന്നും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൾ അപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബോയ്ക്കടെ അടുത്ത് അങ്ങനെ ലേഡി പോലീസ് ഇരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ലൂക്കാസ് അവിടെ ഓടി എത്തുന്നുണ്ട്, തൻ്റെ അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട്. ലൂക്കാസ് ലേഡി പോലീസിനെ കാണുമ്പോൾ തന്നെ താങ്ക്സ് പറയുന്നുണ്ട് തൻ്റെ അച്ഛനെ ഇവിടെ രക്ഷിച്ച് കൊണ്ടെത്തിച്ചതിന്. അപ്പോൾ ബോയ്ക്ക് പറയാണ്, എടാ മോനെ, നീ എന്തിനാ അവളോടൊക്കെ ഡാൻസ് പറയുന്നത്, എനിക്ക് വയറുവേദന വരാൻ കാരണം തന്നെ അവളാണ്, എന്നിട്ട് അവളോട് ഡാൻസ് പറഞ്ഞേക്കണമെന്ന് പറയുമ്പോൾ ലേഡി പോലീസിന് അതത്രക്ക് അങ്ങ് സഹിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല. ലേഡി പോലീസ് പറയണ, ഹലോ അമ്മായിച്ചാ, നിങ്ങളോട് ഞാൻ ചോദിച്ചതൊക്കെ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് വയറുവേദന വരാൻ വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ ചോദിച്ചത് കേട്ടോ അമ്മായിച്ചാന്ന്. അവൾ എടുത്തെടുത്ത് കുറേ അമ്മായിച്ച വിളിക്കുന്നത് കണ്ടപ്പോൾ ബോയ്ക്കാ ലൂക്കാസിനോട് പറയാണ്, നീ ആദ്യം തന്നെ അവളോട് ആ ഒരു വിളി നിർത്താൻ പറയിട്ടാ, ഇപ്പം എനിക്ക് വയറുവേദന മാത്രമേ ഉള്ളൂ, അവളിങ്ങനെ വിളിക്കണ കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചുവേദന വരെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ലൂക്കാസ് ചിരിച്ചുകൊണ്ട്, അച്ഛനൊന്ന് നോക്കി അവൾ എന്തോ ക്യൂട്ടായിട്ട് അമ്മായിച്ചാന്ന് വിളിക്കുന്നത്, അച്ഛൻ അതൊന്നും ആസ്വദിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ലേഡി പോലീസും അവളുടെ കവളത്തൊക്കെ കൈവച്ച് ക്യൂട്ട് പോലെ ആക്ട് ചെയ്യുന്നുണ്ട്. ബോയ്ക്ക് അപ്പം നിനക്ക് എന്നോട് ഒരു തരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇവളെ വിളിച്ച് ഇപ്പോൾ ഒന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുമ്പോൾ ലൂക്കാസ് ലേഡി പോലീസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു ടൈമും ബോയ്ക്കയുടെ കയ്യിൽ ഒരു ബ്ലാക്ക് മാർക്ക് ആ ലേഡി പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബ്ലാക്ക് മാർക്കാണ് ആ ക്യാൻസർ വന്ന് മരിച്ചുപോയ അപ്പൂപ്പൻ്റെ കയ്യിലും ആ ഒരു കാല് വയ്യാത്ത അമ്മൂമ്മയുടെ കയ്യിലും ക്യാൻസറുള്ള എല്ലാവർക്കും ഉള്ള ഒരു സിംറ്റം ആയിരുന്നു അത്. അതുകൊണ്ട് ബോയ്ക്കൊക്കെ ക്യാൻസർ ഉണ്ടാവോ എന്ന് ലേഡി പോലീസ് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലൂക്കാസിനോട് നിൻ്റെ അച്ഛനോട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാനായിട്ട് പറയാണ്. എന്നാൽ ലൂക്കാസ് അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും നീ എനിക്ക് വേണ്ടി പ്ലീസ് അതൊന്നും ചെയ്യാൻ എന്ന് പറയാണ്. ലൂക്കാസും ലേഡി പോലീസ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട്, അച്ഛൻ ഇവിടെ നിന്ന് ഒരു ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്കതിനൊരു കുഴപ്പമൊന്നുമില്ല, എന്നെ അസുഖക്കാരനാക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബോയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ടൈമിൽ ആ ഒരു ക്യാൻസർ വന്ന് മരിച്ചുപോയ അപ്പൂപ്പനില്ലേ, ആ ഒരു അപ്പൂപ്പൻ മരിച്ചുപോയ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൂപ്പൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലുകാർ പറയുകയാണ്, അതൊക്കെ തികച്ചും കോൺഫിഡൻഷ്യലാണ്, അതൊന്നും ഇങ്ങനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആലോചിക്കുന്നുണ്ട്, ഞാനൊരു ഡോക്ടറല്ലേ, എനിക്കത് തന്നാൽ എന്താ ഇപ്പോൾ കുഴപ്പമെന്ന്. ആ ഒരു ടൈമിലാണ് കാലിബ് അവിടേക്ക് വരുന്നത്. കാലിബ് എന്നിട്ട് പറയുകയാണ്, നമ്മുടെ ബോയ്ക്കില്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഫോറസ്റ്റിലുള്ള എല്ലാ സ്ഥലങ്ങളും ആരോ എഴുതി വാങ്ങിയിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് വരാൻ പോകണമെന്നോ എന്നൊക്കെയാണ് കേൾക്കുന്നത്. എൻ്റെ ഡൗട്ട് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അവൻ ഈ ഒരു റെസ്റ്റോറൻറ്റ്
ഫ്രണ്ടിൻ്റെ കാര്യം പ്രോജക്റ്റുമായിട്ട് നടക്കുന്നത് എനിക്കറിയാം. അവൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവന് നിന്നെ ചതിച്ചുകൊണ്ട് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജിയ അതൊട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. ജിയ പറയുകയാണ് എൻ്റെ ബോയ് ഫ്രണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ആദ്യം ആ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, പക്ഷെ ഇപ്പോൾ അവൻ അതിലൊന്നുമല്ല, അവനിപ്പോൾ റെസ്ക്യൂ ടീമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാണ്. എന്നാൽ കാലിബ് അവളോട് ഇങ്ങനെ ഓരോന്നും പറഞ്ഞ് കുത്തിക്കയറ്റാനായിട്ട് നോക്കുന്നുണ്ട്. അവളൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. തിരിച്ച് വീട്ടിലെത്തിയ ജിയ കോങ്ങിൻ്റെ ടാബിളിലായിട്ട് ഒരു റിപ്പോർട്ട്, ഒരു കോൺട്രാക്റ്റ് ഇരിക്കുന്നത് കാണുന്നുണ്ട്. അതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഗവർണർ മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ അലൗ ചെയ്തിട്ടുള്ള ഒരു നോട്ടീസായിരുന്നു അത് വായിച്ചത് അവൾക്ക് മനസ്സിലാവാണ് കോങ്ങാണ് അപ്പോൾ ഇവിടെ മൈനിങ് ചെയ്യാൻ പോകുന്നതെന്നും കോങ് അതിന് വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നതും റെസ്ക്യൂ ടീമിൽ ജോയിൻ ചെയ്തതും അവളോട് സ്നേഹത്തിലായതെന്നും ഒക്കെ. കോങ്ങാണോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾ കോങ്ങിനെ തെറ്റിദ്ധരിക്കുകയാണ്. കോങ് ഇതേ സമയം എന്ന് വെച്ചാൽ അവൻ്റെ മാനേജറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പാഴ്സലിൽ അവനും ഗവർണറും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് ആ ഒരു ടാബു കമ്പനിയുടെ ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവൻ്റെ പിന്നാലെ ടാബു കമ്പനിയുടെ ആൾക്കാരുണ്ടെന്ന് കോങ് മനസ്സിലാക്കാണ്. ഇനിയെല്ലാം ഭയങ്കര സീക്രറ്റ് ആയിട്ട് ചെയ്യണം, ടാബു കമ്പനിയുടെ കണ്ണി പെടാണ്ട് എല്ലാം ചെയ്ത് തീർക്കണമെന്ന് കോങ് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം, അതായത് 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു മണ്ണിൽ മെറ്റൽസ് ഉണ്ടെന്ന് ആ ഒരു ടാബു കമ്പനി കണ്ടുപിടിച്ച് ഇതിൽ നിന്ന് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോയി കെമിക്കലൊക്കെ ചേർത്ത് മെറ്റൽ വേർതിരിച്ചെടുത്ത സമയത്ത് ഒരുപാട് വേസ്റ്റേജ് വന്നിട്ടുണ്ടാകും. കാരണം മെറ്റൽ മാത്രമേ അത് മണ്ണിൽ നിന്ന് അവർ വേർതിരിച്ചിരിക്കുള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റേജാണ്. പക്ഷേ ഈ കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു വേസ്റ്റേജ് അത്രക്കും അപകടകാരിയാണ്. അതിനെന്ന് വെച്ചാൽ ഹൈലി ഡോസേജ് ആയിരിക്കും ഈ കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട്, ഭയങ്കര ആപത്തുള്ള മണ്ണായിരിക്കും അത് ഇവർ അവിടെ കൊണ്ടായിരിക്കും ഇട്ടിരിക്കുക. അത് ഇടുന്ന സ്ഥലം എന്ന് വെച്ചാലും അവിടുത്തെ ആൾക്കാർ എന്തായാലും നശിച്ചു പോകും. അത് പെട്ടെന്നൊന്നും അവർക്ക് അങ്ങനെ നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കില്ല. അതിപ്പോൾ എവിടെ ആയിരിക്കും കൊണ്ടിട്ടേക്കുന്നതെന്ന് കോങ് ആലോചിക്കുന്നുണ്ട്. ഈ കോൺട്രാക്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അവളുടെ അപ്പുറത്ത് തന്നെയാണെന്ന് വെച്ചാൽ ആ ഒരു അമ്മൂമില്ല, വയസ്സായ അമ്മൂമ്മ. ആ ഒരു അമ്മൂമ്മനെ അന്വേഷിച്ച് നടക്കായിരുന്നല്ലോ. ആ ഒരു അമ്മൂമ്മനെ മെഡിക്കൽ റിപ്പോർട്ട് കാണാണ്. അപ്പോൾ കോങ് തന്നെയാണ് ആ ഒരു അമ്മൂമ്മനെ അവിടെ നിന്ന് മാറ്റിയേക്കുന്നതെന്നുള്ള കാര്യം ജിയക്ക് മനസ്സിലാവാണ്. കോങ്ങിന് ഇവിടെ മൈനിങ് ചെയ്യാനായിട്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതായത് ഇങ്ങനെ അസുഖങ്ങൾ വരുന്നുണ്ടെന്ന് അറിയാനൊന്നും പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് കോങ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ജിയ തെറ്റിദ്ധരിക്കുകയാണ്. കോങ്ങാണെന്ന് വെച്ചാൽ വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി ജിയക്ക് ഒരു ഷൂ, നല്ല ഭംഗിയുള്ള ഒരു ഷൂ വാങ്ങി സന്തോഷത്തോടു കൂടി അവളുടെ കാലിലൊക്കെ ഇട്ടുകൊടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജിയ ഈ കാര്യങ്ങളൊക്കെ കോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ കോങ് ഒരു വ്യക്തമായിട്ടുള്ള മറുപടി ജിയക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് കാണിക്കാനായിട്ട് പൂർണ്ണമായിട്ടുള്ള തെളിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നിന്നോടെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയാമെന്ന് കോങ് പറയുന്നുണ്ടെങ്കിലും ജിയക്ക് അത് തീരെ വിശ്വാസമാവുന്നില്ല. ജിയ കോങ്ങിനെ തീരെ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കോങ് എങ്ങനെയെങ്കിലും അവളോട് പറഞ്ഞ് മനസ്സിലാപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞുതരാം, നീ എന്നൊന്ന് വിശ്വസിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും ജിയ നമുക്ക് ഇവിടെ വെച്ച് ഇതെല്ലാം അവസാനിപ്പിക്കാം, ഞാനും നീ ഒരിക്കലും സെറ്റായി പോകില്ല. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് നീ ഒരു ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ആ റെസ്ക്യൂ ടീമിൽ വന്ന് ഇത്ര വലിയ ജോലി കളഞ്ഞിരുന്നതെന്നാണ്. പക്ഷെ നിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരുന്നു അതല്ല. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇനി സെറ്റ് ആവില്ല, നീ ഇവിടുന്ന് പോകണമെന്ന് പറയാണ്. കോങ്ങും ഇവളോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ശരിയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഒരു വീട്ടിൽ നിന്ന് അവൻ്റെ വെട്ടിയും പ്രമാണവും ഒക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതെല്ലാം ഒരു ഡ്രോൺ യൂസ് ചെയ്തുകൊണ്ട് ടാബു കമ്പനി ഒരു സിനിമ കാണുന്ന പോലെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നേ. ടാബു കമ്പനിയുടെ സിഇഒയും പ്രസിഡൻറ്റും അപ്പോൾ സാറും മാഡം ബ്രേക്കപ്പ് ആയി എന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ആക്കിച്ചിരിക്കുന്നുണ്ട്. ജിയാണെന്ന് വെച്ചാൽ കോങ് പോയതിന് ശേഷം അവനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ട് അവർ ഒന്നിച്ച് നടന്ന കാര്യങ്ങളൊക്കെ അവളിരുന്ന് ആലോചിക്കുന്നുണ്ട്. കോങ്ങും അതുപോലെ തന്നെ ജിയനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു മാനേജറില്ലേ കോങ്ങിൻ്റെ, അവനാണെന്ന് വെച്ചാൽ ആ ഒരു വയസ്സായ അമ്മൂമ്മ ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ സേഫായിട്ട് ആ ഒരു അമ്മൂമ്മക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കോങ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അമ്മൂമ്മനെ ആ ഒരു ടാബു കമ്പനി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻസർ വന്ന അപ്പൂപ്പനെ കൊന്നു കളഞ്ഞ പോലെ തന്നെ ഈ അമ്മൂമ്മനെ കൊന്നു കളയുമെന്ന് കോങ്ങിന് അറിയായിരുന്നു. അവരെ കണ്ണിൽ പെടാണ്ടിരിക്കാനാണ് കോങ് ഇപ്പോൾ ആ ഒരു അമ്മൂമ്മനെ ഇങ്ങനെ ഒളിപ്പിച്ച് താമസിച്ചേക്കുന്നത്. ആ ഒരു അമ്മൂമ്മനോട് ടാബു കമ്പനിയുടെ പ്രസിഡൻറ്റിൻ്റെയും സിഇഒൻ്റെയും ഫോട്ടോ കാട്ടിക്കൊണ്ട് ഇവരറിയോ ഇവരും ഫോറസ്റ്റും തമ്മിൽ എന്താ ബന്ധം, ഇവർക്ക് അവിടെ എന്താ ബിസിനസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു അമ്മൂമ്മ പറയുകയാണ് ഇവർ മാത്രമല്ല അതിലുള്ളത്, ബോയ്ക്ക് അതിലുണ്ട്, ഇവരെല്ലാവരും ഒരു ടീമാണെന്ന് പറയാം. അത് കേട്ടതും കോങ്ങിന് മനസ്സിലാവാണ് ബോയ്ക്ക് ഇത്ര നാളും എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അവനും ഈ ഗ്യാങ്ങിലെ ഒരാൾ തന്നെയായിരുന്നു എന്നുള്ള കാര്യം. ബോയ്ക്കിനെ കാണാനായിട്ട് കോങ് ഭയങ്കര ദേഷ്യത്തോടു കൂടി കാർ എടുത്ത് പോകുന്നുണ്ട്.